welcome back to our channel. I am going to give you a brief introduction to cultural studies. So, cultural studies is the most important paper or core paper for third semester MA English students. So, I think it is very necessary to discuss cultural studies and each essays on that paper. So, we have 12 or 13 essays including Culture is Ordinary, then Mythologies by Raymond Williams, like that. But before that, we should know about what is culture and cultural studies and how or when cultural studies emerged as a discipline and who were the important pioneers behind this emergence of cultural studies. So these things are very necessary to know before we move into each essays. Actually, cultural studies is very easy to understand, and each essays, when we deal each essays, we feel that it is very easy to understand. But while we start to write examinations, it will be very difficult to, or we feel some difficult to write the exact answer. So this is the peculiarity of cultural studies and other essays. But don't worry about it. Anyway, in this video, I am going to give you a introduction to cultural studies. So, cultural studies or culture studies may be defined as an interdisciplinary approach in the analysis of culture. സോ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ആ ടൈറ്റിലുള്ള പോലെ തന്നെ കൾച്ചറിനെ കുറിച്ചുള്ള സ്റ്റഡീസാണ്. പക്ഷെ എങ്ങനെയുള്ള കൾച്ചർ ആയിരിക്കണം? എങ്ങനെയുള്ള സ്റ്റഡി ആയിരിക്കണം? ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ദി അനാലിസിസ് ഓഫ് കൾച്ചർ. സോ ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്ന ടേമാണ് ഈ ഒരു ഡെഫിനിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതൽ സബ്ജക്റ്റോ അല്ലെങ്കിൽ പഠനശാഖകളോ ചേർന്ന സ്റ്റഡീനെയാണ് നമ്മൾ ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കൂട്ടം ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, എ ബഞ്ച് ഓഫ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. ഇറ്റ് ഈസ് കോൾഡ് as interdisciplinary. So, cultural study is the interdisciplinary approach to analysis of culture. ഒരു കൾച്ചറിനെ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമല്ല, പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന മറ്റുള്ള എല്ലാ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സുകളെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിനെ ക്രിട്ടിക്കലി അപ്രോച്ച് ചെയ്യുന്നതിനെയാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ കൾച്ചറൽ സ്റ്റഡീസ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഇൻ ദിസ് അനാലിസിസ് ഓഫ് കൾച്ചർ. ദിസ് ഈസ് എ ഫോം ഓഫ് കണ്ടംപററി പ്രാക്ടീസ് rather than theory, consisting of elements of Marxism, post-structuralism, postmodernism, feminism, gender studies, anthropology, ethnic studies, sociology, film theory, and post-colonial studies. From this sentence we can understand that actually cultural studies is a contemporary praxis. Praxis means habits or custom. സോ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് കണ്ടംപററി പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. അതായത് സമകാലികമായിട്ടുള്ള, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെയും അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ശീലിച്ച് പോന്നിട്ടുള്ള ഹാബിറ്റ്സിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന എന്തൊരു ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും കൾച്ചറൽ സ്റ്റഡീസിൽ സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. This cultural studies is rather than theories like Marxism, feminism, post-structuralism, etc. അതായത് ഇപ്പോൾ ഒരുപാട് തിയറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. മാർക്സിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം, ഫെമിനിസം, ജെൻഡർ സ്റ്റഡീസ് ഒക്കെ കേട്ടിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള തിയറീസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിസ്കസിങ് അബൌട്ട് all and everything about our society or a person. First known exponent of cultural studies in England is Raymond Williams, who reversed, subverted and reformulated the Arnoldian idea of culture. ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നൊരു പഠനശാഖ ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? റെയ്മണ്ട് വില്യംസ് ആണ്. അദ്ദേഹമാണ് ഇംഗ്ലണ്ടിലെ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ എക്സ്പോണൻ്റ് എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല
ഇതിനു മുന്നേയും കൾച്ചറിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. മാത്യു അർണോൾഡ്, എഫ്.ആർ. ലീവിസ്, ടി.എസ്. എലിയറ്റ് അവരൊക്കെ കൾച്ചറിനെ കുറിച്ച് ഒരുപാട് അനാലിസിസും സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസിന് ഇന്നത്തെ ഈ ഒരു രൂപം കൊടുത്തിട്ടുള്ളത് റെയ്മണ്ട് വില്യംസ് ആണ്. അതുമാത്രമല്ല, മാത്യു അർണോൾഡിൻ്റെ കൾച്ചറിനെ കുറിച്ചുള്ള സ്റ്റഡിയെ എതിർത്തുകൊണ്ടാണ് റെയ്മണ്ട് വില്യംസ് പുതിയൊരു കൾച്ചറൽ സ്റ്റഡീസിന് എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് മീൻസ് റെയ്മണ്ട് വില്യംസ് റീഫോർമുലേറ്റഡ് ദ അർണോൾഡിയൻ ഐഡിയ ഓഫ് കൾച്ചർ. അർണോൾഡിയൻ എന്ന് പറയുന്നത് മാത്യു അർണോൾഡിൻ്റെ ഐഡിയ ആയതുകൊണ്ടാണ് അർണോൾഡിയൻ ഐഡിയ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത്. സോ മാത്യു അർണോൾഡ് കൾച്ചറിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ആ സ്റ്റഡീസിനെ റീഫോർമുലേറ്റ് ചെയ്യുകയാണ് റെയ്മണ്ട് വില്യംസ് ചെയ്തിട്ടുള്ളത്. With the founding of the Birmingham Center for Contemporary Cultural Studies or CCCS in 1964 by Richard Hoggart and Stuart Hall, the new discipline officially emerges. അതായത് 1964 റിച്ചാർഡ് ഹോഗർട്ടും സ്റ്റുവർട്ട് ഹാളും കൂടി കൾച്ചറൽ സ്റ്റഡീസിന് വേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്, അല്ലെങ്കിൽ അതിനെ ഷോർട്ടാക്കിയിട്ട് CCCS, 3 Cയും 1 Sഉം CCCS എന്ന് അറിയപ്പെടുന്നു. സോ റിച്ചാർഡ് ഹോഗർട്ടും സ്റ്റുവർട്ട് ഹാളും കൂടിയാണ് ഇതിൻ്റെ രൂപം നൽകിയത്. അവിടെ നിന്ന് മുതലാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റഡി ഓഫ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഒഫീഷ്യലി എമേർജ് ചെയ്തിട്ടുള്ളത്. And cultural studies includes not only written language but also films, photographs, fashion, video games, folk songs, music albums, dance, advertisement or hairstyles. ഇതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരിക്കലും വലിയ തിയറീസ് പഠിക്കുന്ന വെറും ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി അല്ല. പക്ഷേ ഇതിലെന്താണ് നമ്മുടെ കണ്ടംപററി ലൈഫ് സ്റ്റൈലിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് മാറി വരുന്ന കൾച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടും? നമ്മൾ വസ്ത്രധാരണം, ഹെയർ സ്റ്റൈൽ വരും, അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആഘോഷങ്ങൾ വരും, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഓരോ ഇൻഡിവിജ്വലുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ ഒരു കൾച്ചറൽ സ്റ്റഡീസിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇൻ ഷോർട്ട്, കൾച്ചറൽ സ്റ്റഡീസ് കവർ ഓൾ ദാറ്റ് മീനിങ്ഫുൾ ആർട്ടിഫാക്ട്സ് ഓഫ് കൾച്ചർ. ഇനി കൾച്ചറൽ സ്റ്റഡീസ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് അല്ലെങ്കിൽ കീ വേർഡ്സ് നോക്കാനുണ്ട്. അതിലാദ്യത്തെയാണ് ഹൈ കൾച്ചർ, രണ്ടാമത്തെ പോപ്പുലർ കൾച്ചർ. സോ കണ്ടംപററി ഇറയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് കൾച്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈ കൾച്ചർ, ലോ കൾച്ചർ, പോപ്പുലർ കൾച്ചർ, മാസ് കൾച്ചർ, മീഡിയ കൾച്ചർ, അങ്ങനെ ഒരുപാട് കൾച്ചേഴ്സ് നമുക്ക്, ഗ്രൂപ്പ് ഓഫ് കൾച്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയും. സോ അതിൽ നമ്മൾ കൾച്ചർ സ്റ്റഡീസ് പഠിക്കുമ്പോൾ ആദ്യം നോട്ട് ചെയ്യേണ്ട 2 കാര്യമാണ്. ഒന്ന് ഹൈ കൾച്ചറും പിന്നെ പോപ്പുലർ കൾച്ചറും. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഹൈ കൾച്ചർ എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കതിനെ എലൈറ്റ് കൾച്ചർ എന്ന് വിളിക്കാം. എലൈറ്റ് കൾച്ചർ അതായത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോളോ ചെയ്യുന്ന കൾച്ചറിനെയാണ് നമ്മൾ എലൈറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. പക്ഷെ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾ എങ്ങനെയായിരിക്കും? സമൂഹത്തിലെ ഉന്നതിയിലുള്ള ആളുകളായിരിക്കും. അവർ പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത്, യഥാർത്ഥ കൾച്ചർ എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള ഉന്നതമായിട്ടുള്ള ആളുകളെ ഫോളോ ചെയ്യുന്ന കൾച്ചറാണ് യഥാർത്ഥ കൾച്ചർ എന്നാണ് പറയുന്നത്. അതിനെയാണ് നമുക്ക് ഹൈ കൾച്ചർ അല്ലെങ്കിൽ എലൈറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. ഇനി ലിറ്ററേച്ചറിൽ വരുമ്പോൾ ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് ഈ മോഡേണിസ്റ്റ് നോവൽസ്, അതുപോലെ അവാൻഗാർഡ് മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ അവാൻഗാർഡ് സിനിമകൾ, അബ്സേർഡിസ്റ്റ് പ്ലേ. ഇപ്പോൾ ഈ അബ്സേർഡിസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഹെറോൾഡ് പിൻ്ററിൻ്റെയും അതുപോലെ സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ദ ഗോദോ അങ്ങനെയുള്ള പ്ലേസൊക്കെ എന്താണ്? അബ്സേർഡിസ്റ്റ് പ്ലേ ആണ്. സോ അതുപോലെ മോഡേണിസ്റ്റ് നോവൽസ്, മോഡേൺ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചാൾസ് ഡിക്കൻസിൻ്റെ നോവൽസ്, അതുപോലെ എഫ്.ആർ. ലീവിസിൻ്റെ ക്രിറ്റിസിസംസ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ കൾച്ചറിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. ദെൻ പോപ്പുലർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ദി ആൽബംസ് ലൈക്ക് മൈക്കിൾ ജാക്സൺ. അതുപോലെ മൈക്കിൾ ജാക്സൺ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പോപ്പ് ഗായകൻ, പോപ്പ് ഡാൻസറൊക്കെയാണ്. സോ പോപ്പുലർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്,
എന്താണോ അത് ചിലപ്പോൾ ആൽബംസ് ആവാം, സിനിമയായിരിക്കാം, സീരീസ് ആയിരിക്കാം, പാട്ടുകളായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അതാണ് ഈ ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പോപ്പുലർ കൾച്ചറിൻ്റെ അണ്ടറിൽ വരുന്നത് ഒന്ന് വൺ ഡയറക്ഷൻ, ഒരു മ്യൂസിക് ബാൻഡ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ആയി, പക്ഷെ അത് പോപ്പുലർ കൾച്ചറിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ ബി ടി എസ് ഒരു കൊറിയൻ പോപ്പ് മ്യൂസിക് ആൽബം ടീമാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോപ്പുലർ കൾച്ചറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി കൾച്ചറൽ സ്റ്റഡീസിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്റ്റുകൾ പറയാം. അതൊന്ന് പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. കൾച്ചറൽ സ്റ്റഡീസ് ഡെവലപ്ഡ് ഇൻ ബ്രിട്ടൻ ആസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ലിബറൽ ഹ്യൂമനിസം ആൻഡ് ഓർത്തഡോക്സ് മാർക്സിസം. In 1869, Matthew Arnold published his work Culture and Anarchy. So the discussion of culture and civilization, or culture, the discussion of culture is emerged from the publication of Culture and Anarchy. In this work, he focused high or elite culture, because Matthew Arnold belongs to a high class, so he focused, or he gave more importance to elite culture or high culture. So he argued that their culture is the best culture among others. പിന്നീട് 1930കളിലും 50കളിലൊക്കെ FR ലീവിസിൻ്റെയും QD ലീവിസിൻ്റെയും ഒരുപാട് കൾച്ചറൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ FR ലീവിസിൻ്റെ ഗ്രേറ്റ് ട്രഡീഷൻ പബ്ലിഷ് ചെയ്തപ്പോൾ ഈ ഒരു കൾച്ചറൽ സ്റ്റഡീസിന് കുറച്ചും കൂടി റീച്ച് ഉണ്ടായി. അതായത് കൾച്ചറൽ സ്റ്റഡീസ് അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിയത് FR ലീവിസിൻ്റെയും QD ലീവിസിൻ്റെയും വർക്ക്സിൻ്റെ പബ്ലിക്കേഷന് ശേഷമാണ്. Then from here, Richard Hoggart and Raymond Williams took up the discussion of culture. Richard Hoggart and Raymond Williams re-evaluated the previous study about culture, like അർണോൾഡിയൻ വ്യൂസ്, അതായത് മാത്യു അർണോൾഡിൻ്റെ വ്യൂ ഓഫ് കൾച്ചറിനെയും അതുപോലെ FR ലീവിസിൻ്റെ വ്യൂ ഓഫ് കൾച്ചറിനെയും ഒക്കെ അവരെന്ത് ചെയ്ത് ഒന്നുകൂടി റീവാലുവേറ്റ് ചെയ്തിട്ട് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ബിക്കോസ് ദ റൈറ്റേഴ്സ് ലൈക്ക് Matthew Arnold and FR Lewis, they supposed to elite class culture. കാരണം അവർ അന്നത്തെ സൊസൈറ്റിയിൽ 1980s അന്ന് ഉണ്ടായിരുന്ന ഹൈ ക്ലാസ്സിൽ പെട്ട ആളുകളുടെ ഇടയിൽ ജനിച്ച് വളർന്നവരാണ്. സോ അവർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എലൈറ്റ് കൾച്ചറിനെയാണ്. പക്ഷേ റിച്ചാർഡ് ഹോഗർട്ടും റെയ്മണ്ട് വില്യംസും അങ്ങനെ ആയിരുന്നില്ല. അവർ ആ ഒരു വ്യൂ ഓഫ് കൾച്ചറിനെ എതിർക്കുകയാണ് ചെയ്തത്. Culture was regarded as very elite, and Richard Hoggart and his team re-evaluated the culture and pioneered a new approach to culture. ഈ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എലൈറ്റിസം ആണ് എന്ന് പറഞ്ഞ എല്ലാ ആളുകളെയും അവർ എതിർക്കുകയും കൾച്ചറൽ സ്റ്റഡീസിന് പുതിയൊരു അപ്രോച്ച് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. 1957 റിച്ചാർഡ് ഹോഗർട്ടിൻ്റെ യൂസസ് ഓഫ് ലിറ്ററസി എന്ന് പറയുന്നൊരു വർക്ക് പബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ 1958 റെയ്മണ്ട് വില്യംസിൻ്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി പബ്ലിഷ് ചെയ്തു. സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് അബൌട്ട് കൾച്ചറൽ സ്റ്റഡി. റിച്ചാർഡ് ഹോഗർട്ടും റെയ്മണ്ട് വില്യംസും ഒക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെയായിരുന്നു. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഹൈ ക്ലാസ്സിൻ്റെ ചൂഷണങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നതും അതുപോലെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നേരിട്ടതും ആ ഒരു ഓർഡിനറി വർക്കിംഗ് ക്ലാസ് പീപ്പിൾസ് ആയിരുന്നു. സോ റിച്ചാർഡ് ഹോഗർട്ടും റെയ്മണ്ട് വില്യംസും എപ്പോഴും എംപ്ലോയീസിൻ്റെ കൂടെയായിരുന്നു നിന്നിരുന്നത്. അവർ ക്യാപിറ്റലിസത്തെ ഒരുപാട് എതിർത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പയനിയേഴ്സ് ആയിട്ട് വരുന്നത് E.P. തോംസൺ ആണ്. E.P. തോംസൺ എന്ന് പറയുന്നത് പഴയൊരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ആയിരുന്നു. അതുമാത്രമല്ല അദ്ദേഹം പബ്ലിഷ് ചെയ്ത വർക്കിൻ്റെ പേരാണ് ദ മേക്കിംഗ് ഓഫ് ദി ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്. 1963 ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇൻ ദിസ് ബുക്ക് he had discussed the development of the working class in the 18th and 19th centuries in Britain, and he made a systematic study of the working class. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്കിംഗ് ക്ലാസ് പീപ്പിൾസിനെയാണ്. അവരെക്കുറിച്ചുള്ളൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കീ ടേംസാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ കീ ടേംസാണ് ആദ്യത്തെ കൾച്ചർ,
രണ്ടാമത്തെ സോഷ്യൽ കണ്ടീഷനിങ്, ദെൻ മീഡിയ കൾച്ചർ, ദെൻ കൺസ്യൂമർ കൾച്ചർ, ഐഡൻറ്റിറ്റി, ഐഡിയോളജി, ഹെജിമണി, റെപ്രസെൻറ്റേഷൻ, പവർ, പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് കൾച്ചർ, ദെൻ BCCS, ദെൻ പോപ്പുലർ ആൻഡ് മാസ് കൾച്ചർ, എലൈറ്റ് ആൻഡ് ലോ കൾച്ചർ. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ കൾച്ചർ എന്താണെന്നും പോപ്പുലർ കൾച്ചർ എന്താണ്, പിന്നെ ഹൈ കൾച്ചർ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. വേണമെങ്കിൽ ഒന്നും കൂടി നമുക്കിത് ഡിസ്കസ് ചെയ്യാം. പോപ്പുലർ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻഫീരിയർ. പോപ്പുലർ കൾച്ചർ എന്താണ്? ഇൻഫീരിയർ, അതായത് സൊസൈറ്റിയിൽ ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകൾ, അതായത് ഓർഡിനറി പീപ്പിൾസ് ഫോളോ ചെയ്യുന്ന കൾച്ചറാണ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പോപ്പുലർ കൾച്ചറിനെ അല്ലെങ്കിൽ പോപ്പുലറായിട്ട് വരുന്ന ഏതൊരു കാര്യത്തെയും, മ്യൂസിക് ആൽബംസ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അതിനെ ഏറ്റവും കൂടുതൽ ആരാധിച്ച് കൊണ്ടു നടക്കുന്നതും അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതും ഓർഡിനറി പീപ്പിൾസാണ്. അതായത് സൊസൈറ്റിയിലുള്ള ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് പോപ്പുലർ കൾച്ചർ എപ്പോഴും ഇൻഫീരിയർ ആണ് എന്ന് പറയാൻ കാരണം. ഇനി വേറൊരു ഡെഫിനിഷൻ നോക്കാം. പോപ്പ് കൾച്ചർ ഈസ് ദാറ്റ് വൈഡ്ലി ഫേവേർഡ്, ലൈക്ക്ഡ് ആൻഡ് വെൽ ലൈക്ക്ഡ് ബൈ പീപ്പിൾ. എന്താണ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത്? ആളുകളെ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചറാണ്. അതായത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന, വെൽ ലൈക്ക്ഡ് എന്നാണ് പറയുന്നത്, ആളുകളാൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വൈഡ്ലി റീച്ച് കിട്ടുന്ന ഒരു കൾച്ചറാണ് പോപ്പ് കൾച്ചർ എന്ന് പറയുന്നത്. ഈ നേരത്തെ വായിച്ച കീ ടേംസിൽ വന്നിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈ കൾച്ചർ എന്താണെന്നും എലൈറ്റ് കൾച്ചർ എന്താണെന്നും പോപ്പുലർ കൾച്ചർ എന്താണെന്നും പറഞ്ഞു, കൾച്ചർ എന്താണെന്ന് പറഞ്ഞു, കൾച്ചറൽ സ്റ്റഡീസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഇതിൽ വരുന്ന ടേംസിൽ വരുന്ന ഒന്നാണ് സോഷ്യൽ കണ്ടീഷനിങ്. So social conditioning is the sociological process of training individuals in a society to respond in a manner generally approved by the society. അതായത് സൊസൈറ്റി അപ്രൂവ് ചെയ്തപ്പെട്ട മാനറിൽ ആളുകൾ പെരുമാറണം എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷനും ജെൻഡർ വാല്യൂസൊക്കെ അതിന് എക്സാമ്പിളാണ്. അതായത് ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ നടക്കാവൂ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഇന്ന മാനറിലൂടെ നടക്കാവൂ, പുരുഷന്മാർ ഈ ഒരു രീതിയിൽ ജീവിക്കാവൂ, ഈ ഒരു രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ മാനേഴ്സ് എന്താ പറയുക, ഇൻഡയറക്റ്റായിട്ട് ഓരോ ഇൻഡിവിജ്വലിലും അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കൺസ്യൂമർ കൾച്ചർ എന്ന് നോക്കാം. കൺസ്യൂമർ കൾച്ചർ ഈസ് എ form of material culture facilitated by the market, which thus created particular relationship between consumer and goods and service. ഇപ്പോൾ കൺസ്യൂമർ കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കൺസ്യൂമേഴ്സ്. അതായത് നമ്മളെല്ലാവരും ഇവിടെയുള്ള കൺസ്യൂമേഴ്സാണ്, ലോകത്തുള്ള എല്ലാ ആളുകളും കൺസ്യൂമേഴ്സാണ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസ്യൂമർ ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളും അതുപോലെ സേവനങ്ങളുമായിട്ടുള്ള ആളുകളുടെ റിലേഷൻഷിപ്പിനെയാണ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് കൺസ്യൂമർ കൾച്ചർ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് കൺസ്യൂമർ കൾച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നും പറയാം. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി ഈസ് ഫാക്ട് ഓഫ് ബീയിങ് ഹൂ ഓർ വാട്ട് എ പേഴ്സൺ ഓർ തിങ് ഈസ്. അതായത് ഒരു വ്യക്തി ആരാണ് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് എന്താണ് എന്ന് കാണിക്കുന്ന ആ ഫാക്റ്റിന്, ആ വസ്തുതനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെ നമുക്ക് കാണിക്കാൻ നമ്മുടെ പേരുണ്ട്, നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണം, അതിൽ നിന്നൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് ടേം വരുന്നത് ഹെജിമണിയാണ്. Hegemony is the leadership or dominance, especially by one state or social group over others. ഹെജിമണി എന്ന് പറയുന്നതാണ് ഒരു പവറാണ്, അല്ലെങ്കിൽ ഡൊമിനേറ്റിംഗ് പവറിനെയാണ് നമ്മൾ ഹെജിമണി എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനോ സാധാരണ ജനങ്ങളുടെ ഇടയിൽ, അതായത് മറ്റുള്ള ആളുകളുടെ മേൽ ചുമത്താൻ കഴിയുന്ന ലീഡർഷിപ്പിനെയോ അല്ലെങ്കിൽ ഡൊമിനൻസിനെയോ ആണ് നമ്മൾ ഹെജിമണി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്.
കാരണം കൾച്ചറൽ സ്റ്റഡീസിൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമിന് മുന്നേ എല്ലാ എസ്സേസും കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിവേ മാക്സിമം എല്ലാ എസ്സേസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് നെക്സ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. എനിക്കൊന്ന് ക്രിറ്റിസിസത്തെക്കാളും കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് ഈ കൾച്ചറൽ സ്റ്റഡീസ് തന്നെ ആയിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ സിലബസിലുള്ള ഏതെങ്കിലും ഒരു എസ്സേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ചാനൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.